ഒന്നുകൊണ്ട് പേടിക്കണം. അല്ല ഏട്ടാ, നമ്മൾ ഈ ഓണം ഇങ്ങനെ ആഘോഷിക്കുമ്പോഴേ ഹേമയുടെ കാര്യം ഓർക്കുമ്പോ എനിക്കൊരു വിഷമം. ഹേമയുടെ കാര്യം ഓർത്തിട്ട് നീ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങളൊന്നും അറിയാത്ത പോലെ പറഞ്ഞത്. അവളുടെ ഭർത്താവ് അവിടെ വിട്ടിട്ട് പോയതല്ലേ? അവർ തമ്മിൽ കണ്ട കീരിയും പാമ്പും പോലെ പെണ്ണ് എന്നും അവനെ കുറിച്ച് ഓർത്ത് കരഞ്ഞോണ്ടിരിക്കും ഇവിടെ. ഒരു അടപ്രഥമം പായസം കൂടെ അങ്ങ് പറയാം. അതെന്തിനാ? ഈ അടപ്രഥമം പായസം എടുത്ത് വെച്ചിട്ട് ഇവളുടെ ഭർത്താവിനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ അവള് പറയും പായസമാണ് ഇഷ്ടമെന്ന് പറയും. അതുകൊണ്ട് നീ പേടിക്കണ്ടായിരുന്നു. അടപ്രഥമം കൂടെ പറയാം, പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ലെന്ന് അവൾക്ക് ഭയങ്കര വിഷമം. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല. അവനവളെ വേണ്ടാന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി ഇരിക്കുവല്ലേ. അവൾ എവിടെ? അടുക്കളയുടെ മൂലയിലിരുന്ന് ഏങ്ങി കരയുന്നുണ്ടായിരുന്നു അമ്മേ. അടുക്കളയുടെ മൂലയിലാണോ? അപ്പൊ ഏങ്ങി കരയായിരിക്കില്ല, തേങ്ങി പഴങ്കഞ്ഞി വെച്ച് കയറ്റിയായിരിക്കും സാധനം. ഇവിടെ നീ എന്തിനാ 24 മണിക്കൂർ അവനെ വിചാരിച്ച് കണ്ണീര് മാർത്തോണ്ടിരിക്കണേ? അതിലൂടെ ആര് കരഞ്ഞ്? പിന്നെ ഇപ്പൊ ഈ കാണിക്കുന്ന എന്തോന്ന്? അത് പഴകഞ്ഞി കുടിച്ചോണ്ടിരുന്നപ്പോ അതിലൊരു കാന്താരി മുളക് കിടന്ന് കടിച്ചു കൊടുത്ത് ഭയങ്കര എരിയമ്മ. അടുക്കളയിൽ പഴകഞ്ഞി മൊത്തം നീ എടുത്ത് കുടിച്ചാ. അപ്പൊ ഇന്നും ഞാൻ പട്ടിണിയാ. അതല്ല വിശേഷം ഉണ്ടെന്ന്. ആർക്കെനിക്കാ? അങ്ങനെ വേലയ്ക്ക് പുറത്തു വീട്ടിനകത്ത് കുറെ വിശേഷം ഉണ്ടാവും. നിൽക്കുമ്പോഴാണോ വലിയ വർത്താനം പറഞ്ഞത്? അതല്ലെന്ന്. എടാ നമ്മുടെ ഹേമന്ത് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. ഓ, ഹേമന്ത് മോൻ വരുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്ര വലിയ സന്തോഷം. ചുമ്മാതല്ല ഈ വെള്ളക്കോള ഇങ്ങനെ ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കുന്നത്. ചെറുക്കനെ പറയുമ്പോ ഇത്ര ദേഷ്യം? നിങ്ങൾക്ക് എപ്പോഴും ഈ ഹേമന്ത് മോന്റെ കാര്യം മാത്രമുള്ള ഒരു മരുമോനില്ലേ കർണേട്ടൻ? നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? അവിടെ ഒരു കരിഞ്ഞ ഏട്ടൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 5 കൊല്ലം തോറ്റിരുന്ന എന്നെ പാരൽ കോളേജിന്റെ മുമ്പിൽ വന്ന് കൈയും കാലും കാണിച്ചിട്ട് എന്നെ കെട്ടിക്കൊണ്ട് പോയി. 10 പൈസ ശ്രീധരൻ എന്റെ കർണേട്ടൻ മേടിച്ചില്ല. ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് അവരോട് നന്ദിയുള്ളൂ. അല്ല, ഞാൻ അവനോട് എന്ത് തെറ്റ് ചെയ്തെന്ന് നീ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ കർണേട്ടൻ എത്ര പ്രാവശ്യം പറഞ്ഞ 5 സെന്റ് വസ്തുവിലിരിക്കുന്ന തേക്കൊന്നും കുറിച്ചോട് കൊടുക്കുക. നമ്മുടെ ഹേമന്ത് മോൻ അവിടെ അതിർത്തി കിടന്നപ്പോ നമ്മൾ രാജ്യത്തിന് വേണ്ടി കാത്തു രക്ഷിക്കുന്ന ഒരാളല്ലേ. അവൻ ഇവിടെ വരാൻ നേരത്ത് അവന് നല്ല പോലെ ഒന്ന് കിടക്കാനായിട്ട് ഞാൻ ആ തേക്ക് വെട്ടി നല്ല ഒന്നാം തന്നെ ഒരു കട്ടിൽ പണിതു. ഓ, മോന് മാത്രമുള്ള തേക്ക്, മരുമോന് തേക്ക് കുട്ടിയെ കൂടെ പറ്റത്തില്ലേ? അല്ല, ഈ വാടക വീട്ടിൽ താമസിക്കുന്ന നിനക്കൊക്കെ എന്തിനാണ് ഈ തേക്ക്? അതിനൊരു സർപ്പമഞ്ചൽ കട്ടിലുണ്ടാക്കായി. സർപ്പമഞ്ചല കട്ടില്. അയ്യോ നാത്തൂനെ, അങ്ങനെയല്ല, സപ്രമഞ്ച കട്ടില്. MBBS കാരി. അല്ല, ഞാൻ പറഞ്ഞില്ലേ വിത്ത് ഗുണം 10 ഗുണം. ഇതിന്റെ എടി, ആ ഷീറ്റ് ഇട്ട വീട്ടിൽ കൊണ്ട് നീ സപ്രമഞ്ച കട്ടിൽ എവിടെ ഇടാനാ? നിങ്ങൾക്ക് എന്തിനാ കട്ടില്? ആ കട്ടിലുണ്ടാക്കിയിട്ട് ഞാനും എന്റെ കർണേട്ടനും അതിൽ കയറി കിടന്നിട്ട് പാട്ടുതൊട്ടിലിൽ നിന്നെ തഴുകി ഉണർത്തി നിന്റെ പളങ്കു കവിതടങ്ങൾ ആരാ ശലഭം? ആരാണ്? ഞാൻ തന്നെ.